നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണ്. ജഹാംഗീർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അക്ബർ ചക്രവർത്തിയുടെ മകനാണ് ആര്? ജഹാംഗീർ. അതുപോലെ തന്നെ അക്ബറിനു ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. അക്ബറിനു ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ജഹാംഗീറാണ്. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജഹാംഗീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവശാസ്ത്രം, ഭൂമിശാസ്ത്രം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രാവീണ്യമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്ബറെ പോലെ അല്ലെങ്കിൽ അക്ബർ ചക്രവർത്തിയെ പോലെ യുദ്ധതന്ത്രങ്ങളിലൊന്നും അല്ലെങ്കിൽ ഭരണതന്ത്രങ്ങളിലൊന്നും അത്ര പ്രാവീണ്യം ആർക്കില്ലായിരുന്നു? ജഹാംഗീറിന് ഇല്ലായിരുന്നു. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജഹാംഗീർ അറിയപ്പെടുന്നൊരു പേരുണ്ട്, സലീം രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ജഹാംഗീറാണ്. സലീം രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ആൻസർ ജഹാംഗീർ. സലീം രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജഹാംഗീറിനെയാണ്. ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശ്വവിജയി. ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം വിശ്വവിജയി എന്നാണ്. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുമ്പോൾ ജഹാംഗീറിന്റെ യഥാർത്ഥ പേര്, ജഹാംഗീറിന്റെ പൂർണ്ണമായൊരു പേരുണ്ട്, നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ. നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ എന്നാണ് ജഹാംഗീറിന്റെ പൂർണ്ണമായ പേര്, നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ. അതുപോലെ തന്നെ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നീതിച്ചങ്ങല എന്ന ഭരണപരിഷ്കാരം ഏർപ്പെടുത്തിയ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീറാണ്. നീതിച്ചങ്ങല എന്ന ഭരണപരിഷ്കാരം ഏർപ്പെടുത്തിയ മുഗൾ ചക്രവർത്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ജഹാംഗീറാണ്. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ ഷാലിമാർ ഗാർഡനും നിഷാന്ത് ഗാർഡനും കാശ്മീർ മേഖലയിൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി. ഷാലിമാർ ഗാർഡനും നിഷാന്ത് ഗാർഡനും കാശ്മീർ മേഖലയിൽ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജഹാംഗീറാണ്. ആരാണ്? ജഹാംഗീറാണ്. അതുപോലെ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസും സർ തോമസ് റോയും എത്തിച്ചേർന്നത് ആരുടെ കൊട്ടാരത്തിലായിരുന്നു? ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ. ഓർത്തു വെച്ചോണം, സർ തോമസ് റോ, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എന്നിവർ സന്ദർശിച്ച ഇന്ത്യ സന്ദർശിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആൻസർ ജഹാംഗീറിന്റെ ഭരണകാലത്താണ്. അതുപോലെ ചിത്രകാരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ജഹാംഗീർ. ചിത്രകാരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. ജഹാംഗീറിന്റെ ചിത്രങ്ങൾക്ക് ഏതു മതവുമായി സാമ്യമുണ്ട്? ഏത് മതമാണെന്ന് അറിയാമോ? ജഹാംഗീറിന്റെ ചിത്രങ്ങൾക്ക് ഏതു മതവുമായി സാമ്യമുണ്ടെന്ന് ചോദിച്ചാൽ ക്രിസ്തു മതവുമായി സാമ്യമുണ്ട്. ജഹാംഗീറിന്റെ ചിത്രങ്ങൾക്ക് ഏതു മതവുമായി സാമ്യമുണ്ട്? ആൻസർ ക്രിസ്തു മതം. ജഹാംഗീറിന്റെ ചിത്രങ്ങൾക്ക് ക്രിസ്തു മതവുമായി സാമ്യമുണ്ട്. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജഹാംഗീറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നത് ആരാണ്? ഭാര്യ നൂർജഹാനാണ്. ജഹാംഗീറിന്റെ ഭാര്യയായ നൂർജഹാനാണ് ജഹാംഗീറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നത്. അതുപോലെ നൂർജഹാന്റെ യഥാർത്ഥ പേരെന്താണ്? മെഹറുന്നീസ എന്ന് ജഹാംഗീറിന്റെ ഭാര്യയായ നൂർജഹാന്റെ മറ്റൊരു പേരാണ്. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് എന്ന് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീറാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് എന്ന് കാശ്മീരിനെ കുറിച്ച് ആര് പറയുകയുണ്ടായി? ജഹാംഗീർ പറയുകയുണ്ടായി. ജഹാംഗീറിന് കാശ്മീർ ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജഹാംഗീറാണ്. അതുപോലെ ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ ചക്രവർത്തി എന്നും ആൻസർ എന്താണ്? ജഹാംഗീറാണ്. ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ആത്മകഥ എഴുതിയ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആൻസർ എന്താണ്? ജഹാംഗീർ. ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ ചക്രവർത്തിയും ആത്മകഥ എഴുതിയ അവസാനത്തെ മുഗൾ ചക്രവർത്തിയും ആരാണ്? ജഹാംഗീറാണ്. അതുപോലെ ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ സ്വന്തം മകനെ ആര് കൊല്ലുകയുണ്ടായി? ജഹാംഗീർ വധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സിഖുകാരുടെ അഞ്ചാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി. സിഖുകാരുടെ അഞ്ചാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജഹാംഗീറാണ്.
അതുപോലെ തന്നെ ജഹാംഗീറാണ് സിഖുകാരുടെ 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി. ജഹാംഗീറിന്റെ ആത്മകഥ ഏതാണ്? തുസൂക്കി ജഹാംഗീരി. ജഹാംഗീറിന്റെ ആത്മകഥയാണ് തുസൂക്കി ജഹാംഗീരി. കേട്ടോ, ചൂടുക. ജഹാംഗീറിന്റെ ആത്മകഥയാണ് തുസൂക്കി ജഹാംഗീരി. അതുപോലെ പറയുകയാണ് ജഹാംഗീറിന്റെ ശവകുടീരം എവിടെയാണ്? ജഹാംഗീറിന്റെ ശവകുടീരം എവിടെയാണ്? ജഹാംഗീറിന്റെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലാഹോർ. എവിടെയാണ്? ലാഹോറിലാണ് ജഹാംഗീറിന്റെ ശവകുടീരം. ലാഹോർ. അതുപോലെ റോസാച്ചെടി ഇന്ത്യയിൽ കൊണ്ടുവന്ന മുഗൾ ചക്രവർത്തി ആരാണ്? നേരത്തെ വീഡിയോ പ്രകാരമാണ് ബാബർ ചക്രവർത്തിയാണ്. ആരാണ്? ബാബർ ചക്രവർത്തിയാണ്. അതുപോലെ തന്നെ കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജഹാംഗീറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ജഹാംഗീറാണ് സലീം രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജഹാംഗീറാണ്. ഓർത്ത് വെച്ചോളുക. ആത്മകഥ എഴുതിയ 2ാമത്തെയും അവസാനത്തെയും മുഗൾ ചക്രവർത്തി ജഹാംഗീറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സാണ്. അതുപോലെ സിഖുകാരുടെ 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവിനെ ആര് വധിക്കുകയുണ്ടായി? ജഹാംഗീർ വധിക്കുകയുണ്ടായി. കേട്ടോ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്.